എല്ലാവർക്കും നമസ്കാരം. വണ്ടർ കാണുന്നതിന് ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറ എന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്താണ്. നമ്മൾ ഇതിനു മുമ്പത്തെ എപ്പിസോഡുകളൊക്കെ പ്രേക്ഷകരിലേക്ക് ധാരാളം വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറികൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വിപ്ലവകരമായിട്ടുള്ള മാറ്റം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റോറാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. ഏകദേശം 20 ലക്ഷം രൂപയോളം മുതൽ മുടക്കുള്ള ഒരു സ്റ്റോറാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് പരിചയപ്പെടുന്നത്. അതിൽ ഏകദേശം 10 ലക്ഷത്തോളം രൂപ നമുക്ക് സബ്സിഡിയിലായിട്ട് ലഭിക്കും. ഒപ്പം 18% GST ഉള്ള നമ്മുടെ കർഷകർക്ക് എല്ലാവർക്കും ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ എത്തിക്കാവുന്ന ഒരു സ്റ്റോറാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറണ്ട് പോയതിന് ശേഷം വീണ്ടും 5 മണിക്കൂർ യാതൊരു തരത്തിലുള്ള നമ്മുടെ ജനറേറ്ററിൻ്റെ പോലും ആവശ്യമില്ലാതെ ഇത് വളരെ മനോഹരമായിട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം 6% പലിശ ലഭിക്കും. അതുപോലെ ഒട്ടനവധി സവിശേഷതകളാണ് ഈ ഒരു സ്റ്റോറിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ലോകത്തിൽ ഇതുവരെ ഇല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള അംഗീകാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു സ്റ്റോറും കൂടിയാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉദയകുമാർ എന്ന് പറയുന്ന ഒരു സുഹൃത്തും അതുപോലെ തന്നെ ഒട്ടേറെ കർഷകരെ നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കർഷക സുഹൃത്തുക്കളുടെ വർഷങ്ങളായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ ഒരു സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പോകാം വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക്. നമസ്കാരം. ആദ്യമേ നമ്മൾ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്തിയേ. ഞാൻ വലിയ താമസക്കാരനായിരുന്നു നേരത്തെ. ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് പങ്കെടുന്ന താമസമൊക്കെ തുടങ്ങി. ഇവിടെ ഇദ്ദേഹം എൻ്റെ കൂട്ടുകാരനാണ്. പുള്ളിക്കാരൻ്റെ വിറക് സ്റ്റോറൊക്കെ മേടിച്ച് ഒത്തിരി നാൾ 5-6 വർഷം ഉണങ്ങുകയും അത് പിന്നെ കൊണ്ടുനടക്കാൻ ജോലിക്കാരുടെ ഇതും വിറകിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ കാരണം ഇവിടെ തന്നെ ഒരു ഗവേഷണം നടത്താൻ ഇദ്ദേഹം സമ്മതിക്കുകയും ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയൊരു സംരംഭമാണ് ഇപ്പോൾ ഇത്. കൂടുതൽ വിവരങ്ങളൊക്കെ ഇദ്ദേഹത്തിനാണ്. പേര്, എവിടെയാ സ്വദേശം? നമസ്കാരം. എൻ്റെ പേര് ഉദയകുമാറിന് ചൊല്ലിട്ടാ. എൻ്റെ ആദ്യമായിട്ട് ഈ ഏലക്ക ഡ്രയർ എന്ന് പറയുന്ന ഒരു സാധനം വന്ന് ഇറക്കിയത് 2097-98 മാധവങ്കാനത്ത് RT താത്തുരാജ് എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഇതായിരുന്നു. അന്ന എൻ്റെ ചേട്ടനാ ആദ്യമോ ഇങ്ങനെ ഡ്രയറിന് ഒരു മെഷീനായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ 2002 തൊട്ട് ഞാൻ ഡ്രയർ ഫീൽഡിൽ തന്നെ ഉണ്ട്. ഈ ഇടുക്കിയിൽ വന്നിട്ട് എല്ലാ ഭാഗത്തും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ 2013 വന്നപ്പോൾ വന്നിട്ട് നമുക്ക് ഒരുപാട് വനനശീകരണം ആകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫാസിൽ ഫ്യൂൾസ് ഫയറുഡൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നല്ല രീതിക്ക് വന്ന് ഇലക്ട്രിക്കലിൽ തന്നെ ഒരു ഡ്രയർ തുടങ്ങണോ അങ്ങനെ വെച്ചിട്ട് ഗവേഷണം തുടങ്ങിയായിരുന്നു. 2013 തുടങ്ങിയായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു. ഡേ ആൻഡ് നൈറ്റ് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തു. അങ്ങനെ ഡെവലപ്പ് ചെയ്തു. ആദ്യമായിട്ട് നമ്മളുടെ മെഷീൻ വന്ന് 2019 ഏപ്രിൽ 3 നെടുങ്കണ്ടത്ത് വെച്ചു. സ്പൈസസ് ബോർഡിൻ്റെ സെക്രട്ടറി D സത്യൻ IFS സാർ വന്നിട്ട് ലോഞ്ചിങ് ചെയ്തായിരുന്നു. ഇപ്പം ശരിക്ക് ഇങ്ങനെ ഒരു മെഷീൻ നമ്മൾ കണ്ടുപിടിക്കാൻ ഉള്ള പ്രചോദനമായ കാരണം എന്നാ? ശരിക്കും പറഞ്ഞാൽ വനനശീകരണമാണ്. അപ്പോൾ ഞാൻ ഒവ്വൊരു സ്ഥലത്തും നമ്മളുടെ വുഡ് ഫയർവുഡ് ഡ്രയർ വന്നിട്ട് ഒരുപാട് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ ഒത്തിരി ടണ്ണ് കണക്കിലെ ലോഡ് കണക്കിൽ അങ്ങനെ വിറകൊക്കെ വച്ചിട്ട് അവർ ഡേ ആൻഡ് നൈറ്റ് അത് കത്തിക്കുന്നുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ വന്നിട്ട് 1 കിലോ വിറക് കത്തിക്കുമ്പോൾ 1.57 കിലോ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാലം സോളാറിൽ കുറച്ച് റിസർച്ചൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയം സോളാർക്ക് ഞാൻ പോണതിൻ്റെ കാരണം തന്നെ വന്നിട്ട് ഈ വിറകുഡ് അതുപോലെ എനർജി ക്രൈസിസ് ഫാസിൽ ഫ്യൂൾസ് ഇതെല്ലാം ഒഴിവാക്കണമെന്ന് വെച്ചിട്ടാണ് പോണത്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു മെഷീൻ വന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയ ഈ വനനശീകരണം എന്നു വെച്ചാൽ 2009 തൊട്ട് 2015 വരെ 6 കൊല്ലം കൊണ്ട് വന്നിട്ട് കേരളത്തിൽ 6994 സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റ് അழிഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഫോറസ്റ്റ് ഡെവലപ്പായി വരുന്നുണ്ട്. അപ്പോൾ 6 കൊല്ലത്തോടെ ഡേറ്റ നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളയോടെ നോക്കുമ്പോൾ 6994 സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റ് വന്ന് ഇല്ലാതായിട്ടുണ്ട്. അതിൽ മേജറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വന്നിട്ട് ഈ ഡ്രൈയിങ് പർപ്പസ്ക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നു. നോട്ട് ഓൺലി ഇൻ കാർഡമും മറ്റ ചില ഇത് കാഷ്നട്ട്സ് ബോയിലിംഗ് അങ്ങനെയുള്ള ഇതൊക്കെല്ലാം വന്നിട്ട് നമ്മൾ വനം വന്നിട്ട് മരങ്ങളെ വെട്ടിമുറിക്കുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയ ഈ റിസർച്ചിലോട്ട് ഇറങ്ങിയത് കണ്ടെത്തിയത്. ഇതും കൊണ്ട് നമുക്ക് കൃഷിക്കാർക്ക് ഉള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ
ഞങ്ങൾ 3 പേരാ ഡയറക്ടേഴ്സ് ഉള്ളത്. നാനും സുരേന്ദ്രൻ ചേട്ടനും പിന്നെ ഏലക്ക രാജുണ്ട് സുരേഷ് സാറും 3 പേരുമാ ഉള്ളത്. 3 പേർക്കും ഈ കർഷകർക്ക് പ്ലാന്റേഴ്സ് വന്നിട്ട് എന്തൊക്കെ കഷ്ടപ്പാടുണ്ട് അങ്ങനെ അറിയാം. ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ ഡ്രൈയിങ് കാടമം മൂലം വന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എത്ര ചിലവാകുന്നുണ്ട്, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ റെക്ടിഫൈ ചെയ്യാനും പിന്നെ ഇതിനോട് വലുപ്പം കൂട്ടാൻ വേണ്ടിയ ഞങ്ങളോട് ആദ്യമത്തെ റിസർച്ച് ഉണ്ടായിരുന്നു. കായ്ക്ക് ബോൾഡ്നെസ് കിട്ടണോ അങ്ങനെ റിസർച്ചിൽ ഇറങ്ങിപ്പോണതായിരുന്നു. പിന്നെ ഒരു ഫൈൻ ഡേ 2016 വന്നിട്ട് ഞങ്ങൾ കണ്ടെത്തിയത് എന്നാന്ന് വെച്ചാൽ കൂടുതൽ തൂക്കം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ വന്നിട്ട് ICAR ബന്ധപ്പെട്ടു. അപ്പോൾ അവരോട് സാമ്പിളൊക്കെ കൊടുത്തു. സാധാരണ രീതിയിൽ ഉണക്കിയതും പിന്നെ ഞങ്ങളുടെ പ്രോസസ്സിങ് സിസ്റ്റത്തിൽ ഉണക്കിയതും രണ്ടും കൊടുത്തപ്പോൾ നമുക്ക് അതിൽ വെയിറ്റ് മാറ്റം ഉണ്ടായിരുന്നു. അതുക്കാണ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ICAR നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോഴാണ് നമ്മൾ ഈ ബോൾഡ്നെസ്സെക്കാട്ടിലും തൂക്കം കൂടുതൽ ഇരിക്കുന്നത് നല്ലതാകുമോ അങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ചേഞ്ച് ആയിരുന്നു. ഇതും കൊണ്ട് നമുക്ക് 1 കിലോ പച്ച ഏലക്ക ഉണങ്ങുമ്പോൾ നമുക്ക് എത്ര രൂപ ചിലവ് വരുന്നുണ്ട്? നമുക്ക് ഏകദേശം വന്നിട്ട് കറണ്ട് ചിലവ് മാത്രം, വൈദ്യുതി ചിലവ് മാത്രം നോക്കുമ്പോൾ 2 രൂപയ്ക്ക് താഴെ തന്നെ മതി. താഴെ തന്നെ മതി. ഇത് നമുക്ക് ഒരു മെഷീന് എത്ര രൂപ മുടക്ക് വരുന്നുണ്ട്? നമ്മൾക്ക് ഈ മെഷീനിന് വൺസ് സിംഗിൾ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഈ 1000 കിലോ മെഷീൻ എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയും പ്ലസ് GST 3,60,000 രൂപയും. അങ്ങനെ അല്ല, സിംഗിൾ ഫേസാ? 3 ഫേസ് കറണ്ട് വേണം. അങ്ങനെ 23,60,000 രൂപ വരുന്നുണ്ട്. ഒരുപാട് ബാങ്കിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ബാങ്കിലെ സ്കീം വഴി വന്നിട്ട് ഫുൾ ലോൺ കിട്ടുന്നുണ്ട്. ഫുള്ള് ലോണും കിട്ടുന്നുണ്ട്. അതുകൂടാതെ കേന്ദ്ര ഗവൺമെന്റിലിருந்து 10 ലക്ഷം രൂപ വരെ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പം 10 ലക്ഷം രൂപ സബ്സിഡി ഉണ്ട്. അതെ, സബ്സിഡി ഉണ്ട്. ഇതിന് നമുക്ക് ഈ മെഷീന് ആരുടെയൊക്കെ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്? നമുക്ക് ആദ്യമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അതിലിருந்து നാഷണൽ സയൻസ് ആൻഡ് ടെക്നോളജി എൻ്റർപ്രനിയൽ ബോർഡിലിരുന്നിട്ട് നമുക്ക് അംഗീകാരം കിട്ടി. അവിടെ നിന്ന് 2018 8,40,000 രൂപ നമുക്ക് ഗ്രാൻഡായിട്ട് ഈ ഇന്നോവേഷനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ 8,40,000 രൂപ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മെഡ്രാസ് IIT കാർബൺ ജീറോ ചാലഞ്ചിന് ചൊല്ലിയിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എങ്ങനെ കാർബൺ എമിഷനെ വന്നിട്ട് കുറയ്ക്കുന്നത് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഉള്ള ഇന്നോവേഷനുക്ക് വേണ്ടി ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷനിൽ വന്നിട്ട് മൊത്തം 6,600+ അപ്ലിക്കേഷൻ വന്നതിൽ 23 പേർ സെലക്ട് ആക്കിയായിരുന്നു. സെലക്ട് ആക്കി 23 പേർക്കും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റുക്കാக 5 lakhs കൊടുക്കുമായിരുന്നു. അതിൽ ഞങ്ങൾ കിട്ടിയായിരുന്നു. ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ ഫിൽട്ടർ ചെയ്ത അങ്ങനെ 23 പേര് എടുത്തത്. അത് കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ 23 പേർക്ക് ഒരു കോമ്പറ്റീഷൻ വെച്ചു. യാരുടെ ഇന്നോവേഷൻ ബെസ്റ്റ് അങ്ങനെ വെച്ചപ്പോൾ നമ്മൾ 1 of the 5 ആൾ ഇന്ത്യ ലെവലിൽ 5 പേര് സെലക്ട് ആക്കിയതിൽ ഞങ്ങൾക്ക് ഒരാളെ സെലക്ട് ആക്കി 10 ലക്ഷം രൂപ ഗ്രാൻറ്റ് കിട്ടി. 10 ലക്ഷം രൂപ കിട്ടി. മറ്റ 4 ആൾക്കാരും IIM-ലെയും IIT-ലെയും പഠിക്കുന്ന എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വ്യക്തികളായിരുന്നു. ഞങ്ങൾ മാത്രമേ വന്നിട്ട് ഇതുപോലെ റൂറൽ ഏരിയയിലിരുന്ന് ഗ്രാസ് റൂട്ടിലിരുന്ന് പോയി വിജയിച്ചവരാ. അത് കഴിഞ്ഞിട്ട് 2019 തമിഴ്നാട് ഇന്നോവേഷൻ ഗ്രാൻഡ് ചാലഞ്ച് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്ന് കോമ്പറ്റീഷനിൽ 5 പേർ സെലക്ട് ആക്കിയായിരുന്നു. അതിൽ ഞങ്ങൾ 1 of the 5 ഞങ്ങൾക്ക് അവിടെ നിന്ന് 5 ലക്ഷം രൂപ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉത്തരാഖണ്ഡിൽ വന്നിട്ട് IIM കാസിപ്പൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കാസിപ്പൂരിൽ അവിടെ വെച്ച് ഞങ്ങൾക്ക് ഒരു അവാർഡ് കിട്ടിയായിരുന്നു. അവിടുത്തെ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് അവർ കയ്യിലിருந்து കിട്ടി. പിന്നെ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിലുള്ള 24 lakhs വന്നിട്ട് ഗ്രാൻഡായിട്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയും അംഗീകാരങ്ങൾ കിട്ടിയ വേറെ ആരും തന്നെ ഇല്ലല്ലോ ഇന്ത്യയിൽ. ഡെഫിനറ്റായിട്ട് ഈ പ്രോഡക്റ്റും വേറെ ആറ് കിട്ടിയോ ഇതുപോലത്തെ ഒരു പ്രോഡക്റ്റ് ഇല്ല. അപ്പം ബാക്കിയുള്ള പ്രോഡക്റ്റുകളൊക്കെ ഏതാ ഇന്ത്യൻ അല്ല? ഇല്ല, കുറച്ച് പേര് വന്നിട്ട് റിവേഴ്സ് എഞ്ചിനീയറിങ്ങും പിന്നെ ഈ ഹീറ്റ് പമ്പ് പോലുള്ള സിസ്റ്റങ്ങൾ വെച്ച് ചെയ്യുന്നുണ്ട്. ഇത് ഹീറ്റ് പമ്പ് അല്ല. ഒത്തിരി ആൾക്കാർക്ക് അതാ കൺഫ്യൂഷൻ. എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ഒത്തിരി ആൾക്കാർ വന്ന് ചോദിക്കുന്നത് ഇത് ഹീറ്റ് പമ്പ് അല്ല, ഇതൊക്കെ എങ്ങനെയാ പാറ്റേൺ കിട്ടുമോ அப்படின்னு ചൊല്ലിയിട്ട്.
ഇത് ഹീറ്റ് പമ്പ് അല്ല, ഇത് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. നമ്മ തന്നെ സ്വയം കണ്ടുപിടിച്ച ഒരു ടെക്നോളജിയായിരുന്നു. വേറെ ആർക്കും ഇല്ല ഇന്ത്യയിൽ. யாருக்கும் இல்லை, இந்தியாவில லோகத்து ஒரு ஸ்தலத்தும் இது போலത്തെ ഒരു സാധനം യാരിടത്തും ഇല്ല, നമുക്കേ ഉള്ളൂ. പേറ്റന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ മാസം തന്നെ നമുക്കത് പേറ്റന്റുക്കുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ശകലം കൂടെ ഈ മെഷീൻ വച്ചത് ശേഷം ശകലം കൂടെ ഒരു പുതിയ കാര്യം ഇന്നും കുറച്ച് അഡ്വാൻസ്മെന്റ് ആക്കാൻ വേണ്ടി ഒന്ന് പഠിച്ചായിരുന്നു. ഒരു 15-20 ദിവസം ഡേ ആൻഡ് നൈറ്റ് ഈ മെഷീൻ അടുത്ത് തന്നെ ഇരുന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ അതെയും കൂട്ടി നമ്മളുടെ പാറ്റന്റിൽ വരുന്ന രീതിക്ക് പുതിയതായിട്ട് ഒന്നും കൂടെ റെക്ടിഫൈഡ് ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 6 മാസം ടൈം ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന് കളറിന്റെ കാര്യത്തിൽ നല്ല കളറല്ലേ? നല്ല കളർ ഉണ്ടാകും, പിന്നെ വെയിറ്റ് മാറ്റം ഉണ്ടാകും. ഇതെല്ലാം വന്നിട്ട് നമ്മ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. ஆனால் ഇത് മൊത്തം സയന്റിഫിക് ആയിട്ട് R&D ചെയ്ത് ഡെവലപ്പ് ആക്കി എടുത്ത ഒരു ട്രേയില് ഇതിപ്പോ എത്ര കിലോ അടിക്കുന്നത്? ഇതിൽ വന്നിട്ട് 1000 കിലോ വരെ നമുക്ക് അടിക്കാം. ഇതിനകത്ത് 3 ട്രേയാ ഉള്ളത്. ഒരു ട്രേക്ക് 350 കിലോ വരെ അടിക്കാം. ഞങ്ങൾ 1080 കിലോ വരെ ഇതിൽ കയറ്റി ഉണക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ട്രേ ഉണങ്ങി വരുന്നതിന് എത്ര മണിക്കൂർ എടുക്കും? നമുക്ക് ഇത് മൊത്തമേ വന്നിട്ട് ഒരു 16 തൊട്ട് 18 മണി നേരം 19 മണി നേരം ഉണങ്ങി കിട്ടും. ഈ ഇങ്ങനെ ഒരു ട്രേ വെക്കാനുള്ള കാരണം എന്നാ? ട്രേ വെക്കാൻ നമ്മൾ സാധാരണ നേരത്തെ ഉള്ള ട്രേക്കകത്ത് നമ്മൾ ഒരു 500-1000 കിലോ കാ അടിച്ചാൽ അത് ഏറ്റവും അടിയിലൊക്കെ കണ്ടമാനം ഉണങ്ങി പോവുക. എന്നിട്ട് ഏറ്റവും മേളത്തെ കാ ഉണങ്ങുന്ന ഒരു ലെവൽ വരുന്നിടം വരെ ഇത് ഓവറായിട്ട് ഉണങ്ങുകയും ഇടയ്ക്കത്തെ ഒരു കുറച്ച് മീഡിയത്തിൽ നിൽക്കുകയും ഏറ്റവും വേണ്ട ആവറേജ് ഒന്നായി വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ നമ്മളൊരു ശരിക്കും പറഞ്ഞ ഒരു അവിയൽ വെക്കുന്ന പോലെ മാറ്റി തേച്ചിട്ട് നമ്മൾ അതിന് വെയിറ്റ് നോക്കുകയും ചെയ്യില്ല. നമുക്ക് ഇതിനകത്തുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ 3 ട്രേയും പാസ്സാവും. അപ്പം അടിയിലെ ട്രേ തേച്ച് നമ്മൾ വാരി തേച്ചൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തേതും ആകും. അതിന് വലിയ താമസമില്ലാതെ തൊട്ടടുത്തതും ആകും. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഞങ്ങളിങ്ങനെ കണ്ട് നോക്കിയത് ഈ ഇച്ചിരി സ്ലോയിൽ ഉണങ്ങുന്നത് നല്ലതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ നമ്മൾ വാടകയ്ക്ക് ഉണങ്ങുന്നത്, ഞാൻ വാടകയ്ക്ക് ഉണങ്ങുന്നത് എത്രയും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതാണല്ലോ നമുക്ക് ലാഭമാണ്. പക്ഷെ അത് കൃഷിയെയും കായുടെ ക്വാളിറ്റിയും ബാധിക്കുന്നെന്ന് തോന്നിയിട്ടുണ്ട്. ഇച്ചിരി സ്ലോയിൽ ഉണങ്ങുന്നത് തന്നെയാണ് നല്ലത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 200 പ്രാവശ്യമെങ്കിലും ഏലക്ക കൊണ്ട് ചെന്നൈയും കോയമ്പത്തൂരും വേറെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് തന്നെ കൊണ്ടുപോയി വണ്ടിക്കും ബസ്സിനും കൊണ്ടുപോയി പരീക്ഷിച്ച് ഏതാണ്ട് ഒരു 1.5 കോടി രൂപയ്ക്ക് മേലെ കളയുക ഒരു 6 കൊല്ലത്തെ ജീവിതം. ശരിക്കും പറഞ്ഞാൽ ഈ ഏലത്തിലെ വന്നിട്ട് വെള്ളമുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ஆனால் ഈ വെള്ളം തന്നെ വന്നിട്ട് 3 ടൈപ്പ് ഓഫ് വെള്ളമാണ് ഉള്ളത്. ഒന്ന് വന്ന് സർഫേസ് മോയ്സ്ചർ എന്ന് പറയും. അതിനകത്തുള്ളത് വന്നിട്ട് ബൗണ്ടഡ് മോയ്സ്ചർ അങ്ങനെ പറയും. இன்னொன்று வந்து கோர் மாய்ஸ்சர்னு பறையும். ഈ കോർ മോയ്സ്ചർ എന്ന് പറയുന്നത് ശരിക്കും ഉള്ള സീഡ്സിൽ ഉള്ള വെള്ളമാണ്. നമ്മൾ ഈ പാളും വെള്ളമും കലർന്ന് വയ്ക്കുമ്പോൾ ചൂടാക്കുമ്പോൾ വെള്ളത്തോട് കുറച്ച് പാളോടെ ക്വാളിറ്റീസ് ആവിയായി പോകുന്ന രീതിക്ക് തന്നെ ഏലത്തിൽ വന്നിട്ട് ഏലത്തിൽ இருக்கிற മോയ്സ്ചரை நம்ம മായ്ച്ച് കളയുമ്പോൾ അത് കൂട്ടത്തിൽ കുറച്ച് വാളറ്റൈൽ കണ്ടന്റ് എവാബ്രേറ്റ് ആയി പോകും. അപ്പോൾ അത് എങ്ങനെയാണ് അത് റെഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ദർ ഈസ് എ സ്പെസിഫിക് ഹീറ്റ് പോയിന്റ്. ஒவ்வொரு ப்ராடக்ட்டுக்கும் ஒரு ஹீட் பாயிண்ட் உண்டு. அப்போ ஆ ஹீட் பாயிண்ட்டுக்கு மோளில் ஆகுമ്പോൾ ആ വാളറ്റൈൽ കണ്ടന്റ് എവാബ്രേഷൻ ആകും. അപ്പോൾ അത് ഞങ്ങൾ റെഡ്യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് നമുക്ക് കൂടുതൽ തൂക്കം കിട്ടുന്നത്. അത് കൂടാതെ ചേട്ടൻ പറഞ്ഞ രീതിക്ക് താളത്തുള്ള കായ് വന്നിട്ട് ഓവർ ഡ്രൈയിങ് ആയി പോകും. ഇതിലാകുമ്പോൾ നമുക്ക് വാരി നമുക്ക് തേക്കാം. അപ്പോൾ എല്ലാ കായ്ക്കും ഒരേ രീതിയിലുള്ള തൂക്കം കിട്ടും. പിന്നെ നമ്മൾ ഇപ്പൊ ഈ മെഷീനറി നമ്മൾ ആൾക്കാർക്ക് വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് മൊത്തം വന്നിട്ട് നമുക്ക് വന്നിട്ട് നമ്മളുടെ ഫാക്ടറിയിൽ തന്നെ പണിയണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഒരുപാട് മാൻ പവർ ഇതൊക്കെ ഡെവലപ്പ് ആക്കി വെക്കണം. നമുക്ക് ഒരു മെഷീൻ പണിയാൻ തന്നെ കുറഞ്ഞത് 2 മാസത്തേക്ക് കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാം ഔട്ട്സോഴ്സ് ചെയ്യാൻ ചെയ്യുന്നു. ഈ കായിടുന്ന ഈ ബോക്സ് മാത്രം ഇപ്പോൾ വന്നിട്ട് നെടുങ്കണ്ടത്ത് പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇനാഗ്രേഷൻ ചെയ്തിട്ടില്ല. സ്ഥലമൊക്കെ എടുത്ത് മെഷീനറിയൊക്കെ വന്ന് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ തന്നെ വന്നിട്ട് നമുക്ക് പണിയാം. അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. ഏലം തന്നെ എന്നുള്ളതല്ല, കാരണം ഇത്രയും കോസ്റ്റ്ലി ഏലമേ പറ്റുള്ളൂ. പച്ചക്കറി തൊട്ട് ഞങ്ങൾ തക്കാളിപ്പഴം വരെ സ്ലൈസ് ചെയ്തിട്ട് ഉണങ്ങി നോക്കി. വാഴപ്പഴം, മല്ലിയില, മുരിങ്ങയില, കരിവേപ്പില, സകല സാധനം ഉണങ്ങി. ഞങ്ങൾ വൈഗ പ്രോഗ്രാമൊക്കെ കട്ടപ്പന ഏരിയയുടെ കൃഷി അഗ്രികൾച്ചർ ഏരിയയുടെ കീഴിൽ വൈകിട്ട് തൃശ്ശൂരൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്.
പിന്നെ 2 കൊല്ലത്തെ കോവിഡിൻ്റെ ഒരു ഇത് ഞങ്ങൾ ഇച്ചിരി തളർത്തി കളഞ്ഞിട്ടുണ്ട് പുറകോട്ട്. ശരിക്കും അതല്ല, അതിനേക്കാളും ഇത്രമാത്രം അംഗീകാരം കിട്ടിയ ഒരു ഡ്രയർ ഇല്ല. അതെ, ഞങ്ങൾ ഈ ഡ്രയർ വന്നിട്ട് ആ ഹീറ്റിംഗ് യൂണിറ്റ് വന്നിട്ട് ആദ്യം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നെടുങ്കണ്ടത്തിൽ ഓടുന്നു. 2019 തൊട്ട് 4 കൊല്ലമായിട്ട് ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ ഓടുന്നു. അത് കൊണ്ടുവരുന്നത് മുന്നേ അവിടെ തന്നെ വച്ചിട്ട് 40 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു. 41 ദിവസം ഡേ ആൻഡ് നൈറ്റ് വെറും മെഷീൻ ഓടിച്ചായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഇതുപോലത്തെ ഹൈ എൻഡ് ടെക്നോളജി സർവീസ് എഞ്ചിനീയർ ഇവിടെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത്രയ്ക്ക് നമ്മൾ വന്നിട്ട് ട്രബിൾ ഫ്രീ ആയിട്ട് സർവീസ് ഫ്രീ ആയിട്ട് ഉള്ള ഒരു മെഷീൻ വയ്ക്കണമെന്ന് ചൊല്ലിയിട്ടാണ് ഇത് നമ്മൾ ചെയ്തു വെച്ചത്. ഇപ്പോൾ 4 കൊല്ലമായിട്ട് നമുക്ക് റിക്കാർഡിക്കലി പ്രൂഫ് വന്നിട്ട് ഇപ്പോൾ ഓടുന്നുണ്ട്, ഫുള്ള് ഓടുന്നു. മെയിൻ്റനൻസ് വന്നിട്ട് നമുക്ക് ഇതിനകത്ത് എയർ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഈ എയർ ഫിൽറ്റർ മാത്രം നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി ഇട്ടാൽ മതി. ഈ ടോട്ടൽ യൂണിറ്റ് തന്നെ വന്നിട്ട് നമുക്ക് 2.5 ടൺ വെയിറ്റാണ് ഉള്ളത്. അതിനകത്ത് ആ ഹീറ്റിംഗ് യൂണിറ്റ് മാത്രം വന്നിട്ട് 1500 കിലോ വെയിറ്റ് ഉണ്ട്. இந்த 1500 കിലോയിൽ 800 കിലോ കാപ്പർ ട്യൂബ്സാണ് ഉള്ളത്, ഹീറ്റ് എക്സ്ചേഞ്ച്. അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ഏറ്റവും വില കൂടിയ സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നു. ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണോ മൊത്തം? ഇല്ല, ശരിക്കും പറഞ്ഞാൽ ചില സാധനങ്ങൾ അത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നു. പുറത്തുനിന്ന് മേടിക്കുന്ന സാധനങ്ങൾ എല്ലാമേ ഹൈലി സ്റ്റാൻഡേർഡ് കമ്പനിയിലാണ് നമ്മൾ മേടിക്കുന്നുണ്ട്. കുറഞ്ഞത് 20 കൊല്ലത്തേക്ക് ട്രബിൾ ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെ 20 കൊല്ലം കഴിഞ്ഞാൽ നമ്മളുടെ മെഷീനുള്ള ഫങ്ഷണൽ പാർട്സ്, ഇപ്പോൾ ബാരിങ്, വാൾവ് ഇതുപോലെയുള്ള സാധനങ്ങളെ അഴിച്ചു മാറ്റിയിട്ട് അത് മാത്രം പുതിയത് ഇടുവാണെങ്കിൽ പിന്നെയും ഒരു 20 കൊല്ലത്തേക്ക് മെഷീൻ ഇരിക്കും. എന്നാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ലൈഫ് ലോങ് ഉണ്ട്. അതെ, സബ്സിഡി ഉണ്ട്, ലോൺ ഉണ്ട്. അതെ, പിന്നെ തൂക്കക്കൂടുതൽ കിട്ടും. 6% ഇൻട്രസ്റ്റിലേക്ക് കിട്ടും. ഇൻട്രസ്റ്റ് സബ്സിഡി ഉണ്ട്. അതെ, അതെ. അതെ, ഇപ്പൊ സാറ് പറഞ്ഞ രീതിക്ക് ഇതുപോലെ വേറെ ഇലക്ട്രിക്കൽ ഡ്രയറെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ അത് ടോട്ടൽ വെയിറ്റ് യൂണിറ്റോടെ വെയിറ്റ് ഒരു 350 കിലോ തൊട്ട് 400 കിലോക്ക് താഴെയേ ഇരിക്കും. ബട്ട് നമ്മൾ ഇതിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് 1500 കിലോ വെയിറ്റ് ഉള്ളതാ. എന്നാന്ന് വെച്ചാൽ ഇത് ലൈഫ് അതുപോലെ നിൽക്കും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഐ എം എ ബാച്ചിലർ, ഞാൻ കല്യാണം ഒന്നും കളിച്ചിട്ടില്ല. ഞാൻ ഇതിക്ക് വേണ്ടി നമ്മളുടെ ലൈഫ് തന്നെ കൊടുത്തു. അപ്പോൾ എന്നോട് കാര്യം എന്നാ, നമുക്ക് ഒരു 20 മെഷീൻ 30 മെഷീൻ ഓടിനാലും നമ്മ ഇല്ലെന്നാ ഞാൻ മറിച്ച് കഴിഞ്ഞ ശേഷമോ എൻ്റെ മെഷീൻ ഒരു പുള്ളി കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു മെഷീൻ വെച്ച് കൊടുത്തു, ഇതുവരെ കംപ്ലൈൻറ്റ് ഇല്ലാതെ ഓടുന്നു അങ്ങനെ പറയുന്നതെന്ന് ചൊല്ലിയിട്ട് നമ്മളുടെ മാർജിൻ, പ്രോഫിറ്റ് മാർജിനൊക്കെ തീരെ കുറച്ചിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രോഡക്റ്റോടെ പെർഫോമൻസ്, അതിനോட ലൈഫ് സ്പാൻ ഇതിൽ നമുക്ക് യാതൊരു ഡൗട്ട് വേണ്ട, വളരെ കൃത്യമായിട്ട് അതെ ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു. അതെ, കണക്കൂട്ടിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 23 ലക്ഷം രൂപ, പിന്നെ ജനറേറ്റർ, മറ്റുള്ള തേപ്പ് മെഷീൻ, വാഷിംഗ് മെഷീൻ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഏകദേശം 10-30 ലക്ഷം രൂപയുടെ ആകുന്നു. ചില നമ്മുടെ ഇവിടുത്തെ ഏകദേശം വില കുറഞ്ഞ ഒരു ഒരേക്കർ സ്ഥലത്തിന് 30 ലക്ഷം രൂപയാകും. അപ്പം ഇത്രയും മേടിച്ച് ഒരാളൊരു സാധനം മേടിച്ച് വെച്ചിട്ട് അവരുടെ ഒരു കണ്ണീരോ അവരുടെ ഒരു കാര്യങ്ങളോ നടക്കുക, ഇത്രയും ലക്ഷം മുടക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അവരുടെ ജീവിതത്തിലിരിക്കണം. നമുക്ക് അതിന് പ്രോഫിറ്റ് ഒന്നും ഞങ്ങൾക്ക്, കാരണം ഞങ്ങളിപ്പോഴും കണക്ക് കൂട്ടിപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി പൈസ കൈ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വില കൂട്ടിയാലേ പറ്റുള്ളൂ. പക്ഷെ നമുക്കൊരു കുറച്ച് പ്രോഡക്റ്റ് പോട്ടെ, നമ്മുടെ അഭിപ്രായം അറിയട്ടെ, നമ്മുടെ കമ്പനിയുടെ പേര് കാർപ്രോ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാ. ഗവൺമെന്റ് ഓഫ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോലെ റെക്കഗ്നൈസ്ഡ് സ്റ്റാർട്ടപ്പ്. ഒത്തിരി ആൾക്കാർ സ്റ്റാർട്ടപ്പ് എന്ന് പറയോ, ബട്ട് DPII അങ്ങനെ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം. അവർ മാത്രമേ ഈ സ്റ്റാർട്ടപ്പിൽ വകപ്പെടുന്നവർ. ஆனால் எல்லா ஆൾക്കാரும் ஸ்டார்ட்அப் புதுசாக ஒரு தொடங்கின ஒரு ஸ்டார்ட்அப் நான் പറയും. நம்ம ரெகக்னைஸ்டு ஸ்டார்ட்அப், അതെ, ഫുള്ളി സ്റ്റാർട്ടപ്പ് കമ്പനി. നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ വെബ്സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് മൊത്തം വീഡിയോ എല്ലാമേ അതിനകത്തുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, നമ്മളുടെ അടുത്തുനിന്ന് മേടിക്കുന്ന കസ്റ്റമറിന് അവർ നമ്മളുടെ എപ്പോൾ നമ്മളുടെ സാധനം മേടിക്കുന്നോ അപ്പോൾ തന്നെ അവരും നമ്മളുടെ ഫാമിലിയുടെ കാർപ്രോ ടെക്നോളജീസിയുടെ ഒരു അംഗം നമ്മൾ കണക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് ചിലവ് തീരെ കുറവായിരിക്കണം, ട്രബിൾ ഫ്രീ ആയിട്ട് ഇരിക്കണം, പിന്നെ യാതൊരു ബുദ്ധിമുട്ടുകളില്ലാത്ത രീതിക്ക് അവർ കൊണ്ടുപോകണം, അവർക്ക് പ്രോഫിറ്റ് വേണം. അപ്പോൾ ഇത്ര ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്നവർ ഒരു കൊല്ലം കൊണ്ട് ഈ പൈസ മുടക്കുമുതൽ അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റും.
ഇതിന്റെ അകത്ത് ലേബറിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഒരാൾ ഇടാനും എടുക്കാനും മാത്രം അത് മാത്രം അതുക്ക് മാത്രം മതി. ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു കൺവെയറും കൂടെ കൊടുത്ത് അവിടുന്ന് തന്നെ നമ്മൾ കായ എടുത്ത് വാഷ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ്റെ അവിടെ നിന്ന് ഒരു കൺവെയർ കൊടുത്ത് ഇതിൽ കയറ്റണമെന്ന് ഓർത്താണ് ഇത് നമ്മൾ ഷട്ടർ പോലും എടുക്കുക. ഓക്കെ ഓക്കെ. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഞങ്ങളൊരു 2 മണിക്കൂറൊക്കെ കറണ്ട് ഇല്ലാതെ ഇത് ഓടിച്ചിട്ടുണ്ട് നെടുങ്കണ്ടത്ത് തുടങ്ങി കഴിയുമ്പോൾ. പക്ഷേ ഇവിടെ എനിക്കിപ്പോഴും ജനറേറ്ററില്ല. ഞാൻ ഈ ഒരു സീസൺ മുഴുവൻ ഉണങ്ങി. അപ്പം ഞാൻ ഇടയ്ക്ക് കറണ്ട് പോയി ഞങ്ങളൊരു 5 മണിക്കൂർ വരെ കറണ്ട് പോയി. അപ്പം ഞങ്ങൾക്കൊരു ആദ്യം ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ പോകുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ 5 മണിക്കൂർ ഉണങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ എനിക്കിപ്പോഴും ജനറേറ്റർ ഇല്ല. ഇത് മെയ് മാസം May 7 വന്നത് 2022. ഇത് മിഷൻ ഇവിടെ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ച് ഒരു 15-16 ദിവസത്തോളം 2-3 ആഴ്ചത്തെ കോടിയില്ല. ബാക്കി ഫുൾ ടൈം ഓടും. ഇപ്പം ഈ ഒരാഴ്ച മാത്രമേ കാ പറഞ്ഞുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ പറയുന്ന ശരിക്കും പറഞ്ഞാൽ ജനറേറ്റർ വേണം. ஆனால் நம்ம ஜென்ரேட்டர் இல்லாத இப்போ 10 மாசமாயிட்டும் ஓடிக்கினது. ജനറേറ്റർ ഇല്ലാത്ത ടൈം ലേറ്റ് ആവും. അങ്ങനെ ഒന്നും ആകത്തില്ല. അങ്ങനെ ഒരു കേട് വരത്തില്ല. ഇപ്പൊ ഇതുവരെ വന്നിട്ട് ഒരു 1,30,000 കിലോ ഈ 8 മാസം കൊണ്ട് ഉണക്കിയിട്ടുണ്ട്. കറണ്ട് ബില്ലെന്ന് കണ്ടാൽ നമുക്ക് ഒരു 2 ലക്ഷം രൂപയ്ക്ക് താഴെ കറണ്ട് ബില്ലായിട്ടുണ്ട്. നമ്മൾ 10 രൂപയാണ് മേടിക്കുന്നത്. മറ്റിടത്തെല്ലാം 12 രൂപയാണ് മേടിക്കുന്നു. നമുക്ക് 10 രൂപയ്ക്ക് ഉണക്കി കൊടുത്താലും നഷ്ടമില്ല. ലേബേഴ്സിനെ നമ്മൾ നിർത്തി ചെയ്യിച്ചാൽ ഒരു 3 രൂപ ചിലവ് നിന്നാൽ 7 രൂപ ഉണ്ട്. 1000 കിലോ ആണെങ്കിൽ ഡെയിലി 7,000 രൂപ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ മെഷീൻ്റെ ഒരു ക്വാളിറ്റി അതാണ്. ഞങ്ങൾക്ക് അതിനകത്ത് ഇപ്പൊ ഈ കറണ്ട് ഇല്ലാതെ 5 മണിക്കൂറൊന്നും ഒരു ദിവസം ഒന്ന് ഇട്ട് നോക്കണമെന്നുണ്ട് ഫുള്ള്. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് കായില്ല. അതിനുള്ള സീസണും കഴിഞ്ഞത്. കാരണം കാ വരുമ്പോൾ നമുക്ക് അങ്ങനെ തലക്കൊണ്ടു 4 മണിക്കൂർ 5 മണിക്കൂർ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് അല്ലാത്ത സ്റ്റോർ ആണെങ്കിൽ പോലും തീർന്നു പോയി. 1 മണി നേരം കറണ്ട് ഇല്ലാതിരുന്നാ പോകും, വെന്ത് പോകും. നമ്മൾ കാശ് ഉണ്ടാക്കി കൊടുക്കേണ്ടി. എന്നാന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് ഇത് ഫുള്ള് ഡബിൾ ലെയറാ. അപ്പൊ അകത്തേക്ക് ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പുറത്തേക്കുള്ള അറ്റ്മോസ്ഫിയറിക്ക് ആംബിയന്റ് ടെമ്പറേച്ചറോ ഈ ചിൽനെസ്സോ ഏതോ അത് കായ അഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 5 hours കിടന്നാലും കായ്ക്ക് ഒരു കേടും വരുന്നില്ല. ഇത് ഫുള്ളും നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ്. ഇല്ല, നമുക്ക് അതൊക്കെ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നമുക്ക് വന്നിട്ട് അങ്ങനെ എല്ലായിടത്തും ഓടി പോകാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും മോസ്റ്റ് പ്രോബ്ലി 99.9% ട്രബിൾ ഫ്രീ ആകും. സർവീസ് ആവശ്യം ഉണ്ടാകത്തില്ല. വന്നാലും ഉടൻ തന്നെ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും. നമുക്ക് ആൾ ഇന്ത്യ നെറ്റ്വർക്ക് തന്നെ, സർവീസ് നെറ്റ്വർക്ക് തന്നെ ഉണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മളുടെ മെഷീൻ ഉണ്ട് അരുണാചൽ പ്രദേശ്, പിന്നെ നാഗാലാൻഡ് അവിടേക്കൊക്കെ പോകുന്നുണ്ട്. സിക്കിം അവിടെയൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു 15 മെഷീൻ കൊടുത്തിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ വന്നിട്ട് കാർഡമമിലാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇരുന്ന ഈ പ്രോജക്റ്റ് തന്നെ ഡെവലപ്പാക്കി, ഇന്നോവേഷൻ തന്നെ ഡെവലപ്പാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ആദ്യമേ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചൊല്ലിയിട്ട് പിന്നെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലിരുന്ന് നമുക്ക് വേറെ ഇൻഡസ്ട്രിയൽ പർപ്പസ്ക്കൊക്കെ ഈ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും. ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഇന്ന് ഒരുപാട് ഇൻഡസ്ട്രീസിലിരുന്ന് വളരെ കൂടുതൽ എൻക്വയറീസാണ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമോ ഇപ്പോൾ വന്നിട്ട് കാർഡമമിൽ ഫോക്കസ് ചെയ്യാം, പിന്നീട് അങ്ങ് മാറിപ്പോകാം. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നൊരു കാര്യം, നമ്മളുടെ മെഷീൻ ഒരു 3 കൊല്ലത്തുക്കുള്ള വന്നിട്ട് ഈ മെഷീൻ വന്നിട്ട് ഇലക്ട്രിസിറ്റി തന്നെ ഇല്ലാതെ ഓഫ് ഗ്രിഡ് മെഷീനായിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനോട് R&D ഒരു 3-4 മാസം കൊണ്ട് തുടങ്ങും. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ചില മേഖലയിൽ പോണപ്പോൾ അവിടെ വന്നിട്ട് ഈ കറണ്ട് എടുക്കാൻ 3 phase കറണ്ട് വലിക്കാൻ വന്നിട്ട് പെർമിഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റേഴ്സ് അവർ ഇതുപോലത്തെ ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കും അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് അടുത്ത ഇത് പ്രോജക്റ്റ് വന്നിട്ട് ഈ മെഷീൻ ഓഫ്ലൈനിൽ തന്നെ, ഓഫ് ഗ്രിഡിൽ തന്നെ, ഇലക്ട്രിസിറ്റി വേണ്ട, ജനറേറ്റർ വേണ്ട, നാം കൊടുക്കുന്ന ഒരു ജനറേറ്റർ മാത്രം അത് വെച്ചിട്ട് ഓടിക്കാം. അങ്ങനെ തന്നെ 0 കോസ്റ്റിൽ തന്നെ ഉണങ്ങി കിട്ടും. അതെ, ഞങ്ങൾ ഇത് ഇറങ്ങുന്ന ആ സമയം വരെ ആർക്കൊക്കെ മെഷീൻ കൊടുത്തു അവർക്കെല്ലാം ചോദിച്ചിട്ട് പുറത്തോട്ടും കൊടുക്കുള്ളൂ. അത്രയും വരെ മനസ്സിൽ പ്ലാൻ ചെയ്താൽ നമ്മൾ. കാരണം മനസ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയും വയസ്സൊക്കെ 50-52 ആയി. അപ്പം എന്നാൽ പോലും ഇത് അതെ പുതിയ കാര്യം. ഞങ്ങൾ ഇന്ത്യയിലുള്ള ഏകദേശം എല്ലാ IITs, IIM അതുപോലെ ടോപ്പ് മോസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ്
എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയിട്ട് പ്രസൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ പിള്ളേർക്ക് വന്നിട്ട് ഒരു ബൂസ്റ്റപ്പ് ആയിട്ട് എന്നാന്ന് വെച്ചാൽ ഞാൻ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. അപ്പോൾ ചേട്ടനും കോളേജ് ഡ്രോപ്പ് ഔട്ട്, അവർ മറ്റും സുരേഷ് സാർ മാത്രം ഡിഗ്രി മുടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്ര പ്രായത്തിൽ എല്ലാവർക്കും അതായത് എല്ലാ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ വന്നിട്ട് ഇതുപോലെ IIT പിള്ളേരോട് കോമ്പറ്റീറ്റ് പണി ഇതുപോലെ വിജയിച്ച് പോകുന്നുണ്ടല്ലോ. അങ്ങനെ വെച്ചിട്ട് എല്ലാവർക്കും മോട്ടിവേറ്റ് സ്പീച്ച് കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അതെ, അല്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു കഷ്ടപ്പാട് എനിക്ക് സുരേഷ് ഞങ്ങൾ രണ്ടുപേർക്കും മറക്കാൻ പറ്റും. കാരണം അത് പിള്ളേർ ആവാനില്ലാതെ ഞങ്ങളൊക്കെ കുടുംബമൊക്കെ ആയി കണ്ടുപിടുത്തത്തിൽ തന്നെ ഇങ്ങനൊരു അവാർഡ് കൊടുക്കണം, ഇത്രയും സമയം സ്പെൻഡ് ചെയ്തത്. ഞാൻ അതുവരെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പറയും. പിന്നെ അല്ല, അതിന്റെ അത് ഒന്നിച്ച് നിൽക്കുമ്പോഴേ അതെ നമ്മുടെ നാട്ടിൽ വലിയ ഗുണം. കാരണം വെച്ചാൽ 10 രൂപയ്ക്ക് ഉണങ്ങാൻ നമുക്ക് ഇത്ര ആൾ വേണ്ട, ചില വേണ്ട, മരം മുറിക്കേണ്ടായിരിക്കും. നമുക്ക് ഇന്നത്തെ കാലത്തൊക്കെ ഭയങ്കര പാട്. നമ്മൾ ആളെ നിന്ന് പുകയും കൊണ്ട് ഇപ്പോൾ കാർബൺ അതെല്ലാം നമ്മൾ തടഞ്ഞതിനെ ശരിക്കും പറഞ്ഞു കൊണ്ടുവന്നൊരു ഇതെത്തി. 2 വർഷത്തെ കോവിഡ് ഞങ്ങളെ ഇരുത്തി കളഞ്ഞു. അത് പൊതുവേ ഉള്ളതാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഞാൻ കണ്ടതെന്ന് ചോദിച്ചാൽ കറണ്ട് പോയാലും ഇത് 4-5 മണിക്കൂർ പ്രവർത്തിക്കുന്ന, അത് അവിടെ യാതൊരു കേടും ഉണ്ടാകത്തില്ല. ഏറ്റവും നമ്പർ 1 കേസ്. യെസ്, நம்ம எல்லாமே வந்துட்டு ஏழை கிருஷியில் வந்துட்டு கிருஷிக்காரோட கஷ்டப்பாடுகள் சின்ன வயசுலேருந்து படித்து வளர்ந்து வர்றாங்க. நமக்கு தோட்டம் எல்லாம் இவ்வளோ உண்டு. அப்போ அதுകൊണ്ട് பிளான்டர்ஸோட பெயின் பாயிண்ட் മനസ്സിലാക്കി அதுக்குள்ளே ഒരു സൊല്യൂഷൻ, ഒരു യുണീക്ക് സൊല്യൂഷൻ കൊടുക്കണമെന്ന് വെച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് എടുത്തത്. ഇത്ര ക്വാളിറ്റി പണിയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ആർക്കെങ്കിലും 2 സ്റ്റോറിൽ ഇങ്ങനെ ഓടുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ശരിക്കും നമുക്ക് അങ്ങനെ കണ്ടുപിടുത്തം വരാൻ തന്നെ എത്ര കാലഘട്ടം എടുക്കും. വിറക് സ്റ്റോറിട്ട് നമ്മൾ എത്ര വർഷമാണെങ്കിൽ കഴിഞ്ഞാൽ എത്ര കമ്പനികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ അത് ഒരു കാരണവശാലും ഇതിനൊരു കംപ്ലയിൻറ്റ് വരും. കാരണം ഒരു സ്റ്റോർ മേടിച്ച് വെച്ചാൽ അതിനൊരു കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ പിന്നെ നിന്ന് പോകും. ഞങ്ങൾ കണ്ടുപിടുത്തം അത്ര ക്വാളിറ്റിയിലാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്ന മെഷീൻ. ഇത് കൂടാതെ ഞങ്ങൾ വേറെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഈ കാർബൺ എമിഷന്, കാർബൺ ഉമിழ்വ് വന്നിട്ട് നമുക്ക് കുറയ്ക്കുന്നതും തോറും 1 ടൺ കുറയ്ക്കുമ്പോൾ ഒരു കാർബൺ എമിഷൻ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ അതുക്ക് വേണ്ടി നമ്മൾ 2017 തന്നെ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഫോർ ക്ലൈമാറ്റിക് ചേഞ്ച് அதில் வந்துட்டு 2017 ரெஜிஸ்டர் செய்து வச்சுட்டு. அது என்னன்னு வச்சால் நமக்கு ஒரு மெஷின்லேருந்து ஒரு வருஷത്തിന് 600 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് വിറക് കത്തിക്കാത്തത് കൊണ്ട് 600 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 600 സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഇതിലിருந்து അവർ പറയുന്നത് കുറഞ്ഞത് 15,000 സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ നമുക്ക് വന്നിട്ട് ഒരു 50 പ്ലാന്റർ 50 ഈ മെഷീൻ വെച്ചിട്ടുള്ളവർ ചേരുമ്പോൾ അത് ഒരു കൂട്ടായ്മ പോലെ വെച്ചിട്ട് ഒരു 20,000 സർട്ടിഫിക്കറ്റ് വരെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇതും കൊണ്ട് കിട്ടുന്ന ഗ്രാൻറ്റുകളെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതെ അതെ. പിന്നെ ഇത് കൂട്ട് കുറേ യൂണിറ്റുകൾ വെച്ചിരിക്കുന്നവരെ എല്ലാം നമ്മൾ ഒന്നിച്ചാക്കിക്കൊണ്ട് അതിന് UN-ന്റെ സഹായത്തോടെ കിട്ടും. അതെ, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓഫ് ക്ലൈമാറ്റിക് ചേഞ്ച്, ഈ കാലനില മാറുന്നത് വെച്ചിട്ട് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വന്നിട്ട് നമ്മൾ ഒഴിവാക്കുന്നോ അതുക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് வந்து യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിലിருந்து കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റുക്ക് നമ്മൾ 2017 തന്നെ അപേക്ഷയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അതിനോട് പ്രോസസ്സ് ഒരു 15 ലക്ഷം രൂപ അതുക്ക് വേണ്ടി മുടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കുറഞ്ഞത് ഒരു 15,000 സർട്ടിഫിക്കറ്റ് ഇരുന്നാലേ അവർ എടുക്കും. നമ്മളോട് 1000 കിലോ ഒരു ഡ്രയർ വയ്ക്കുമ്പോൾ വർഷത്തിന് வந்து നമുക്ക് 600 സർട്ടിഫിക്കറ്റ് ഒരാൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു 50 പേർ കൂട്ടുമ്പോൾ ചിലർക്ക് 400 സർട്ടിഫിക്കറ്റ് കിട്ടും, ചിലർക്ക് 200 സർട്ടിഫിക്കറ്റ് കിട്ടും. അങ്ങനെ ഒരു 50 പേരെ നമ്മൾ കൂട്ടുമ്പോൾ നമ്മളെ കൊണ്ട് വർഷத்துக்கு ഒരു 20,000 സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇത് வந்து ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ട്രയർ ആണോ? ഒരു ഉണക്ക് ഒരു ട്രയറിൽ ഉണങ്ങുന്ന ആണ് ഒരു സർട്ടിഫിക്കറ്റ്. ഒരു സർട്ടിഫിക്കറ്റ് ഒരു ദിവസത്തെ. അപ്പോൾ ഇന്ന് 1000 കിലോ നമ്മൾ ഉണക്കി എടുത്താൽ അത് வந்து എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ എത്ര വൈദ്യുതി ഉപയോഗിക്കുന്നോ അത്രയ്ക്ക് വന്നിട്ട് വിറക് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള കാൽക്കുലേഷൻ വെച്ചിട്ട് അത് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം എത്ര രൂപ ഒരു സാധാരണ ഒരു 1000 കിലോ ഡ്രയർ വയ്ക്കുന്നവർക്ക് വർഷத்துக்கு വന്നിട്ട് ഒരു 1.5 ലക്ഷം രൂപ കിട്ടും. അത് വന്നിട്ട് മൊത്തം 21 വർഷத்துக்கு 1.5 ലക്ഷം രൂപ വീതം വെച്ച് കിട്ടിയിട്ടേ ഇരിക്കും. 21 വർഷத்துக்கு കിട്ടും. കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടിലോട്ട് വരും അല്ലേ? അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, മറ്റുള്ളവർ ആർക്കും ഇല്ലാത്തൊരു. ഇല്ല, ഇതൊക്കെ വന്നിട്ട് നമ്മൾ വെറുതെ വന്നിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ട് പോകണോ, അങ്ങനെ ഉള്ളവർക്ക് ഇത് കുറിച്ച് അറിയാൻ പാടില്ല. ഇത് നമ്മൾ വന്നിട്ട് ഈ കേരളത്തിൽ வந்து എത്രയ്ക്ക് വന്നിട്ട് വനനശീകരണം ഉണ്ടാകുന്നത് അത് എങ്ങനെ ഒഴിവാക്കാം, അങ്ങനെ ഒരു മിഷനായിട്ട് തന്നെ ഇത് സ്റ്റാർട്ടാക്കിയതാണ്. അതുകൊണ്ട് 2017 തന്നെ വന്നിട്ട് നമ്മൾ അതിൽ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മോഡൽ ഒന്ന് ഡെവലപ്പായി കഴിയുമ്പോൾ ഈ മോഡൽ തന്നെ വന്നിട്ട് ഒരുപാട്
കാടുകളൊക്കെ മരങ്ങളൊക്കെ വളർത്തുന്നവർക്ക് അവർക്കെല്ലാം വന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റും. ഇന്ത്യക്കുള്ള ടോട്ടൽ വാല്യൂ എന്ന് വെച്ചാൽ 65,000 കോടി രൂപയ്ക്കുള്ള കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിന് ഉള്ള ഒരു മാർക്കറ്റാണ് ഉള്ളത്. അതിൽ നമ്മൾ ഒരു പാർട്ടാകും. അങ്ങനെ ഒരു 50 പ്ലാന്റർക്ക് എല്ലാവർക്കും വർഷத்துக்கு 1.5 ലക്ഷം രൂപ വെച്ച് കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും ഇതിലോട്ട് മാറും. എല്ലാവർക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ കൂടും. ഒരു വർഷം എക്സ്ട്രാ ഇൻകം കിട്ടും. ഒരു സ്റ്റോർ വെച്ചാൽ നമ്മളൊരു സാധാരണ വണ്ടി വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിന് ഒന്നെങ്കിൽ നമുക്ക് അതിന്റെ കവർ ഫ്രീ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മിഷൻ കിട്ടി കഴിയുമ്പോൾ നമുക്ക് അതെ ഇതൊക്കെ ഞങ്ങൾ ആലോചിച്ച് ഇത്ര പ്രൈസ് ഒരു ഫാർമറെ കൊണ്ട് മുടക്കാൻ പറ്റുമോ? അങ്ങനെ മുടക്കി കഴിഞ്ഞാൽ അവർക്ക് എന്നതാ ബെനിഫിറ്റ് കിട്ടണോ? അപ്പോൾ വേറെ അവർക്ക് എന്നതാ നമ്മൾ ഒരു വരുമാന മാർഗത്തിനെ എന്നതാ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ആലോചിച്ച് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്തതായിരുന്നു. ഞങ്ങൾ 4 ലക്ഷത്തിൽ നിന്ന് പുറകോട്ടും പോകില്ല. കാരണം 2 കാര്യങ്ങളാണ്. കാരണം അതും കൂടെ നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഇപ്പോഴത്തെ സാമ്പത്തിക ചെറിയ ഒന്ന് പച്ചപിടിച്ച് കയറി വരുന്നതല്ലേ ഉള്ളൂ. എൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ അതും എന്നാലും അതിനെ ഉപേക്ഷിച്ച് കളയല. എപ്പോഴും അതിൻ്റെയും പുറകിൽ ജനങ്ങൾക്കൊരു സപ്പോർട്ട്. ഇത് ഞങ്ങളുടെ ഡ്രയറായിരുന്നു ഏലക്ക ഉണക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 1000 കിലോ വരെ ഉണക്കുന്ന ഡ്രയറാണ്. ഇതിനകത്ത് ഇങ്ങനെ 3 ട്രേ ആയിട്ടാണ് വച്ചിട്ടുള്ളത്. ഈ ട്രേ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ട് ഒരു ട്രേയിൽ വന്നിട്ട് 350 കിലോ കാക്കുള്ളൂ. അപ്പോൾ ഇത് നിറച്ച് കളഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് തള്ളിയിട്ട് മറ്റേ ഇതിൽ ഇങ്ങനെ ഇടും. ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് ആദ്യമോ ഉണങ്ങി കിട്ടുന്നത് അപ്പോൾ വന്നിട്ട് നമുക്ക് മാറ്റി തേക്കാൻ പറ്റും. അതർവൈസ് വന്നിട്ട് ഓവർ ഡ്രൈയിങ് ആയി പോകും. അത് വന്നിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ചുമ്മാ ഇങ്ങനെ ലാക്കിട്ടാൽ അപ്പോൾ തന്നെ വന്നിട്ട് ഓക്കെ ആകും. ഇത് വന്നിട്ട് നമ്മൾ ഒരു 6-7 കൊല്ലം ഗവേഷണങ്ങൾ നടത്തി നാം തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ഹീറ്റിംഗ് യൂണിറ്റായിരുന്നു. ശരിക്കുമുള്ള ഇതിനോട് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ATAM എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മളുടെ ഗവേഷണത്തിൽ ഉണ്ടാക്കി. ഇതിക്ക് വേണ്ടി വന്നിട്ട് നമ്മൾ പാറ്റൻ്റ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ സാധനം എന്ന് വെച്ചാൽ ഈ ടോട്ടൽ യൂണിറ്റ് 2.5 ടണ്ണാണ് വരുന്നത്. ഇത് മാത്രം 1500 കിലോ ഉണ്ട്. ഈ 1500 കിലോവിനകത്ത് നമുക്ക് 800 കിലോ കാപ്പർ ട്യൂബ്സ് വെച്ചിട്ട് ഫിൻ ആൻഡ് ട്യൂബ് ഹീറ്റ് എക്സ്ചേഞ്ചറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനോട് ഇലക്ട്രോണിക് സാധനങ്ങൾ അങ്ങനെയെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് മൊത്തം വന്നിട്ട് സേഫ്റ്റി മെഷേഴ്സ്, ലൈറ്റ്നിങ് അറസ്റ്റർ, അതുപോലെ സാധനങ്ങൾ, സർജ് പ്രൊട്ടക്ടർ എല്ലാം ചെയ്ത് വച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് യാതൊരു സമയത്തും വോൾട്ടേജ് വേരിയേഷൻ ആണെങ്കിലും നമുക്ക് ഇത് ട്രിപ്പായി നിൽക്കും. അപ്പോൾ തന്നെ മെയിൻസ് ഒന്ന് ഓഫാക്കിയിട്ട് ഓണാക്കി കഴിഞ്ഞാൽ മെഷീൻ ഓണാക്കും. ഇറ്റ് ഈസ് എ വെരി ട്രബിൾ ഫ്രീ മെഷീൻ. ഒരു തൊന്തരവും വരാത്തതാണ്. നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിന് ഒരു ഫിൽറ്റർ മാത്രം ക്ലീനാക്കി ഇടണം. അത് മാത്രമേ മെയിൻ്റനൻസിന് വരും. വണ്ടർ കാണുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് ഈ ഒരു സ്റ്റോറിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കർഷക സുഹൃത്തുക്കളുടെ എല്ലാ വിശേഷങ്ങളും അതുപോലെ സ്റ്റോറിൻ്റെ പ്രത്യേകതകളെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ചകൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡുകളുമായിട്ട് പലതരത്തിലുള്ള കൃഷി രീതികളും ആശയങ്ങളുമായിട്ട് വണ്ടർക്കാടൻ വീണ്ടും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കുവാനും ഒപ്പം കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും ലൈക്ക് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത ആഴ്ച വ്യത്യസ്തമായ ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ ഇസ്മി ചെറുമ്പുത്തമ്പുരാൻ സാബു വർഗീസ് സൈനിങ് ഓഫ് ഫ്രം വണ്ടർക്കാടൻ.